നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു കല്ല്. ആ കല്ല് കണ്ട് ആപ്പിൾ വിൽക്കുന്നയാൾ പറഞ്ഞു, ഞാനിതിന് 1 കിലോ ആപ്പിൾ തരാമെന്ന്. തൊട്ടടുത്തുള്ള പച്ചക്കറി കടക്കാരൻ പറഞ്ഞു, ഞാനിതിന് 5 കിലോ തക്കാളി തരാമെന്ന്. സ്വർണ്ണക്കടക്കാരൻ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിതിന് 10 സ്വർണ്ണ നാണയങ്ങൾ തരാമെന്ന്. പിന്നീട് ആ കല്ലും കൊണ്ട് ഒരു രത്നവ്യാപാരിയുടെ അടുത്തേക്കാണ് ചെന്നത്. അയാൾ പറഞ്ഞു, ഈ കല്ല് അമൂല്യങ്ങളിൽ അമൂല്യമാണ്, ഇതിന് വിലയിടാൻ ആർക്കും കഴിയില്ല എന്ന്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് വിലയിടുന്നത് ഇതുപോലെയാണ്. അവരുടെ ബുദ്ധിക്കും കഴിവിനും അനുസരിച്ച് അവർ നിങ്ങൾക്ക് വിലയിടുമ്പോൾ അവരറിയുന്നില്ല നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന്. ഒരു പബ്ലിക് പ്ലേസ്, അല്ലെങ്കിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, കൂടി നിൽക്കുന്നവരോട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ആരും റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളൊരു കോമാളി ആയ പോലെ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. താൻ എവിടെയാണ് നിൽക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവർ പറയാനുള്ളത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൈലബിലിറ്റി, ഒരു വിരൽത്തുമ്പിനപ്പുറത്ത്, വിളിച്ചാൽ വിളിപ്പുറത്ത്, എന്തിനും ഏതിനും അവർക്ക് നിങ്ങളുണ്ട്. ഈസിയായി കിട്ടുന്നതൊന്നിനും നമ്മൾ വാല്യൂ കൊടുക്കാറില്ല. അതാണ് ഹ്യൂമൻ സൈക്കോളജി. നിങ്ങളവരോട് മനസാക്ഷിയും പരിഗണനയും കാണിക്കുമ്പോൾ നിങ്ങളെ അവർ യൂസ് ചെയ്യും. അവസാനം ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വാല്യൂ പോലും നിങ്ങൾക്കവിടെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പെരുമാറ്റവും. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് വാല്യൂ തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാതിരിക്കുക. വാക്കുകൾ അളന്നു മുറിച്ചുപയോഗിക്കുക. എന്തിനും ഏതിനും അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാവാതിരിക്കുക. വാക്കിലും പെരുമാറ്റത്തിലും സെറ്റ് ബൗണ്ടറീസ്. കോൺഫിഡൻറ്റോടെ സംസാരിക്കുക. നമുക്ക് വാല്യൂ തരുന്ന ഇടങ്ങളിൽ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നോ പറയേണ്ടിടത്ത് സ്ട്രിക്റ്റായി നോ പറഞ്ഞ് ശീലിക്കുക. അവരെന്ത് വിചാരിക്കും എന്നല്ല, അവരെന്തും വിചാരിച്ചോട്ടെ എന്ന് ചിന്തിക്കുക. ആർക്കു വേണ്ടിയും അനാവശ്യമായി ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. 500 രൂപയുടെ നോട്ട് അഴുക്കായി എന്ന കാരണം കൊണ്ട് അതിൻ്റെ വാല്യൂ ഒരിക്കലും 400 കുറയുന്നില്ല. നിങ്ങളെ മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, ഒഴിവാക്കിയിട്ടുണ്ടാവാം. ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ വാല്യൂ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഓരോ പ്രോഡക്റ്റിൻ്റെയും പരസ്യങ്ങൾ ഇന്ന് മത്സരിച്ചാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ടെസ്ല, റോൾസ് റോയ്സ് ഇതുപോലുള്ള ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അവർക്കറിയാം അവരുടെ വാല്യൂ എന്താണെന്ന്. ആ വാല്യൂ അറിയുന്നവർ അവരെ തേടി ചെല്ലുമെന്നും അവർക്ക് കൃത്യമായിട്ടറിയാം. ഇതുപോലെ നിങ്ങൾക്കുമുണ്ട് വിലമതിക്കാനാവാത്തൊരു വാല്യൂ. ആ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കു മുന്നിലും പരിഗണനയ്ക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും യാചിക്കാൻ നിൽക്കില്ല. നിങ്ങളുടെ വിലയറിയുന്നവർ നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് വിലയിടാൻ ഒരിക്കലും മറ്റുള്ളവരെ അനുവദിക്കരുത്.